ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. പ്രതീക്ഷിക്കാതൊരു ലീവൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിന്ന് മസാല ദോശയായിരുന്നു ഉണ്ടാക്കിയത്. ഒന്നും ടൈം കുറേ ഉണ്ടല്ലോ, അപ്പോൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു. എന്നിട്ട് കുറേ പ്ലാനിങ് ശേഷം ഞങ്ങൾ പുറത്ത് പോകാൻ റെഡിയായി ഇറങ്ങി. ഒഴിവ് ദിവസം കിട്ടിയപ്പോഴേ നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് പിന്നെ ഒരു പിക്നിക്കിന് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ സ്റ്റുഡിയോയിലൊന്ന് കയറാം, പിന്നെ ലുലുവിലൊന്ന് പോവാം, എന്തെങ്കിലും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താം. ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാം. റോഡ് മൊത്തം ബ്ലോക്കാണ്. വണ്ടി കുറവാണ്. പിന്നെ എവിടെ പോയാലും ഇടയ്ക്കിറങ്ങി ഒരു ചായ കുടിക്കുന്നത് ഒരു നിർബന്ധ കാര്യമാണല്ലോ. അതുകൊണ്ട് ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ അവിടെ എന്തൊക്കെയോ കടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളത്തേക്ക് എണ്ണക്കടിയൊക്കെ നിർത്തി വെച്ചേക്കുന്നതുകൊണ്ട് അങ്ങോട്ട് വലിയ ശ്രദ്ധ കൊടുത്തില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിപ്പോൾ തിരിച്ച് ഇറങ്ങി. കടലടുത്തായതുകൊണ്ടാണ്. ഇങ്ങോട്ടോ ഇറച്ചിക്കോഴി ഇവിടെ കിട്ടും. വേറെ എല്ലുള്ളൊരു മനുഷ്യനാണെങ്കിൽ എല്ല് തൂരാൻ വേണ്ടിയിട്ട് ഒരു 10 കോഴീനെ വാങ്ങി തിന്നലല്ലേ. ഏതായാലും കർക്കിടക മാസമാണ്. പോട്ടെ. അതിന്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോ വന്നേക്കുന്നത്. ആണോ? ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ലേ? ഇത് തന്നെ ഏത് വഴിയാ? നമ്മളിതോ ആ സൈഡിൽ നിന്ന് വരുന്നത്. ഇപ്പൊ മഴ ഇപ്പൊ വെള്ളമായി. അവിടെ ഒരു കാറ് കൊണ്ടിട്ടിട്ടില്ലേ? അവിടെയൊക്കെ വണ്ടി ഉണ്ട്. ഇവിടൊക്കെ കണ്ട മീനെ പിടിക്കും. ജീവനുള്ള മീനുണ്ടോന്നോ? മീൻ പിടിക്കുമ്പോ ജീവൻ നമുക്ക് പിന്നെ പിന്നാലെ വരുന്നെങ്കിലോ? ഇവിടെ എല്ലാം മഴയായിട്ട് നിറഞ്ഞു. ബീച്ചിൽ വന്നു. ബീച്ചിൻ്റെ അവിടെ എല്ലാം നല്ല വെള്ളം കയറി കിടക്കുമായിരുന്നു. അപ്പം പിന്നെ അച്ഛൻ ഞങ്ങളോട് വന്നില്ല. ഞങ്ങൾ 3 പേര് മാത്രമേ ഇറങ്ങിയുള്ളൂ. അച്ഛൻ അവിടെ ഒരു ഷോപ്പിലിരുന്നു. ഞങ്ങൾ 3 പേര് ഉണ്ടോ? അറിയില്ല, കൊച്ചുമീൻ കാണുമായിരിക്കും. എറണാകുളത്തുള്ളവർക്ക് ഈ ബീച്ച് ഇപ്പോൾ ഏതാണെന്ന് മനസ്സിലായി കാണും. നേരെ ഈ കാണുന്ന ഈ വഴിയാണ് ബീച്ചിലോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ നല്ല മഴയായതുകൊണ്ട് തന്നെ അവിടെ എല്ലാം വെള്ളം കയറി കിടക്കും. അതുകൊണ്ട് ഞങ്ങൾ വേറെ വഴി കൂടെ പോകുന്നത്. എനിക്ക് മാത്രമേ ബീച്ചിനോട് ഇത്ര പ്രാന്തുള്ളൂ. ഇവർക്ക് ആർക്കും ബീച്ച് തീരെ ഇഷ്ടമല്ല ഗൈസ്. നോർമലി പോകുന്ന വഴി നല്ല വെള്ളമൊക്കെ ആയിരുന്നു. ഞങ്ങൾ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള വഴി കൂടെ പോകുന്ന വെച്ചപ്പോൾ അവിടെ പോയി വെള്ളമില്ല. എന്നാലും ഇങ്ങനെ കുറേ പശുക്കളും, പക്ഷെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമായിരുന്നു. ടാസ്കായിരുന്നു പോവാൻ. അയ്യോ, ഇതൊരു അബദ്ധ തീരുമാനമായിപ്പോയി. അഡ്വഞ്ചർ ട്രിപ്പായി പോയല്ലേ. നമുക്ക് വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് വല്ലതും ഫുഡൊക്കെ വെച്ച് കഴിച്ചിട്ടിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് മീൻ അച്ഛൻ നോക്കുന്നുണ്ടാവും. പോരുന്നു കാണാൻ നമുക്കൊക്കെ പ്രാന്താണ്. എന്ത് പ്രാന്ത്? ആ വെള്ളത്തിൽ കളിക്കാൻ മതിയായിരുന്നു. ഈ വെള്ളത്തിൽ ചവിട്ടി അപ്പുറത്തെ ഒറ്റ വെള്ളം ചവിട്ടി ആർക്കും വേണ്ടാത്തൊരു ബീച്ചാന്ന് തോന്നുന്നു.
ശരിയാവും. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇത് കഴിക്കുന്നതാണോ? അല്ല, ഇത് മറ്റേ സൂചിയിലക്കാടാണ്. കഴിക്കരുത് കേട്ടോ, കഴിക്കരുതേ. സൂചിയിലക്കാടാണ്. ഞാൻ നമുക്ക് വലിച്ചിട്ട് പോ കടലമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ വലിച്ചുകൊണ്ടോ കേട്ടോ. അതാ ആ അങ്ങനെ കഴിക്കുക, അങ്ങനെ പോകും. ഇങ്ങനെ തിരിഞ്ഞാൽ മതി. ഇല്ല, കണ്ടില്ല. അച്ഛൻ തിരിച്ചു പോയി കാണാൻ. നല്ല രസമാണ്. കാരണം കുറേ ആൾക്കാർ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ എടുക്കാനും ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ അപ്പുറത്ത് കുറേ കടകളും ഐസ്ക്രീം വണ്ടി അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല തിരക്കാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നലെ എന്തോ നല്ല മഴയും കണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടെന്ന് തോന്നുന്നു ഒട്ടും തിരക്കും ഇല്ല. കടലെല്ലാം ഒരുമാതിരിയൊക്കെ കിടക്കുകയും മരങ്ങൾ ഒടിഞ്ഞും പിന്നെ അതിൻ്റെ അടുത്തുള്ള കടകളൊക്കെ വെള്ളം കയറി പൊളിഞ്ഞൊക്കെ കിടക്കുന്നു. പിന്നെ ഞങ്ങളവിടെ ഒരു ബോട്ടിൻ്റെ മേളിൽ കയറി ഇരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് കാറ്റിലേക്ക് കൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോയി. ഇപ്പം ഈ വഴി ഭയങ്കര പാടായിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പുറത്തൂടെ ചുറ്റിക്കറങ്ങി കുറേ നടക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങൾ വെച്ച് ഈ വഴി കൂടെ തന്നെ വരാറുണ്ട്. ഞങ്ങൾ വെള്ളത്തിൽ കൂടെ ഇറങ്ങി. ആദ്യം കുറച്ച് വെള്ളം ഇറങ്ങുമ്പോൾ ഇച്ചിരി കൂടുതലാണ്. കുഴപ്പമില്ല ഞങ്ങൾ. പക്ഷെ മറ്റേടത്തേക്കാളും പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ രസം ഇതിലേക്കൂടെ പോകാൻ വേണ്ടി. കാരണം വെള്ളത്തിൽ കൂടെ കളിച്ചൊക്കെ പോകാമല്ലോ. എനിക്ക് ഫസ്റ്റ് വന്ന വഴിയേക്കാളും കുറച്ചുകൂടി ഇഷ്ടമായത് തിരിച്ചു പോയ വഴിയായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പുറത്തൊക്കെ ഒരു ചേട്ടനൊക്കെ നിന്ന് മീനൊക്കെ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നുണ്ടോ. ചെറിയ മീനൊക്കെ ആയിരുന്നു. പിന്നെ കൊഞ്ചൊക്കെ ആയിരുന്നു. അതിൽ കുറേയൊക്കെ അതൊക്കെ നോക്കിയിരുന്ന് അവിടെ കുറച്ച് സമയമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു. കഴിഞ്ഞാലേ അവന് പേരൊന്നും അറിയില്ല. എന്തോ കാട്ടിലിതാ ഇതേ കണ്ടോ, ഇതിന്റെ പഴുത്തത് നല്ല മുന്തിരി പോലെ ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല. അത് തിന്നാൻ പാടില്ല ഒരിക്കലും. അതെല്ലാരും അറിയണ്ട. കല്ലുണ്ട്. അല്ല, കല്ലാണ്, വലിയ കല്ല. കാല് മുറിയും, തട്ടരുത്. ചെമ്മീന ചെമ്മീന ഇതില് വലിയ ചെമ്മീന കൊടുക്കാറ്. നല്ല ബീച്ചാ. ബീച്ചിനേക്കാളും ഇഷ്ടമായത് നമ്മൾ നടന്നു പോകുന്ന ഒരു വെള്ളത്തിലുള്ള വഴിയാണ്. ഭയങ്കര അടിപൊളി. ബീച്ച് കണ്ടതിനേക്കാളും അടിപൊളിയിലാണ് ആയത്, ഇഷ്ടമായത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സെറ്റാണ്. ഫുഡ് സെറ്റാണോ എന്ന് നോക്കാം. സംശയം. ബീച്ചിനേക്കാളും സെറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നടന്നു വന്ന വഴി. ഫുഡിന് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് 1:15 കഴിഞ്ഞില്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. മഴ പെയ്തിട്ട് ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്, ആളിറങ്ങണൊക്കെ ഉണ്ട്. പക്ഷെ തിര ഭയങ്കരമായിട്ട് വരികയാണ്. ഒന്നിന് മേലെ ഒന്നായിട്ട്. ഞങ്ങൾ മരം കുടിച്ചിട്ട് കൊടുത്ത് നോക്കി, എല്ലാം എടുത്തിട്ട് പോയി കണ്ടു. നല്ല തിരയാണ് വരുന്നത്. കടലിനൊക്കെ ദേഷ്യം വന്ന പോലെ. ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കുന്നതാണ്. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ 3 പേരും ബിരിയാണി, പിന്നെ അച്ഛൻ ഊണിൻ്റെ ആളായതുകൊണ്ട് അച്ഛൻ്റെ ഊണും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിച്ച് ഇറങ്ങി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു മറൈൻ ഡ്രൈവ് ഒക്കെ. പിന്നെ ഞങ്ങൾ അവിടെ പോകുന്ന വെച്ചു. അമ്മ ഉപ്പിലിട്ടതിൻ്റെ ആളാണ്. മറൈൻ ഡ്രൈവിൽ പോകുന്നത് അവിടെ ഉപ്പിലിട്ടത് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയാ. മെട്രോ ഉണ്ട്. പിന്നെ നമ്മളതിൽ 1-2 വട്ടം അതിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നല്ല ചുമ്മാ ഇവിടെ നിന്ന് വെറുതെ സമയം കളഞ്ഞിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു ഇറങ്ങും. തീരെ താല്പര്യമില്ല. അന്നൊക്കെ നമ്മൾ കുറേ പോയതല്ലേ.
നമ്മുടെ വീഡിയോയിൽ 2 പോലീസുകാരുണ്ട്. വീഡിയോ ഇടുമ്പോൾ അവർക്കും കാണാം. അല്ല നമ്മൾ മട്ടാഞ്ചേരി വൈപ്പിൻ അവിടെയൊക്കെ പോയില്ലേ. പിന്നെ എന്തുകൊണ്ട് അന്ന് പിന്നെ വൈപ്പിനിൽ പോണ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് പിന്നെ അമ്മയുടെ മെയിൻ സ്പോട്ടിലേക്ക് പോയി. അതായത് നമ്മൾ കയറുമ്പോഴേ പറഞ്ഞു ഉപ്പിലിട്ടത് കഴിക്കണം. അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ പോയി മാങ്ങയും പൈനാപ്പിളും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പൈനാപ്പിൾ വാങ്ങിച്ച് കഴിച്ചു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു കുലുക്കിയും വാങ്ങിച്ചു. അത് വാങ്ങിച്ച് കുടിച്ചു. എന്നിട്ട് അച്ഛൻ ചായ കുടിച്ചു. ഞാനും വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോയിൽ കയറി അവിടെ നോക്കി ഒന്നും ഇഷ്ടമായില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും എടുത്തില്ല. പിന്നെ ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോകുമായിരുന്നു. ഓക്കെ ബൈ ഗൈസ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.